മലബാർ ഹോം അപ്ലയൻസസ് ആൻഡ് ഹോം നീഡ്സ് പാണ്ടിക്കാട് മേലിയങ്ങാടിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. മലബാറിന്റെ 2 ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു. എല്ലാ പർച്ചേസിനും 5% മുതൽ 60% വരെ ഡിസ്കൗണ്ട്. ഫാം പ്ലാൻ അടിസ്ഥാനമാക്കിയുള്ള മാതൃകാ കൃഷിയിടം പദ്ധതിയുമായി തുവൂർ കൃഷിഭവൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിറ്റി ജസീന പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. തരിപ്രമുണ്ടയിലെ മാങ്കാവിൽ റാഷിദ് അലിയുടെ 2 ഏക്കർ കൃഷിഭൂമിയിലാണ് പദ്ധതി നടത്തുന്നത്. തരിശുഭൂമിയിൽ വിവിധ കൃഷികൾ ചെയ്ത് വിജയിപ്പിക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. തുവൂർ ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന് കീഴിലെ പോഷക സമൃദ്ധി മിഷന്റെ ഭാഗമായാണ് ഫാം പ്ലാൻ അടിസ്ഥാനത്തിലുള്ള മാതൃകാ കൃഷിയിടം തയ്യാറാക്കുന്നത്. പഞ്ചായത്തിലെ 15 കർഷകരെയാണ് ഇതിനായി തിരഞ്ഞെടുത്തിട്ടുള്ളത്. ഇത്തരത്തിൽ തയ്യാറാക്കിയ ഫാം പ്ലാനിന്റെ പഞ്ചായത്ത് തല ഉദ്ഘാടനമാണ് തരിപ്രമുണ്ടയിലെ മാങ്കാവിൽ റാഷിദ് അലിയുടെ 2.5 ഏക്കർ ഭൂമിയിൽ നടന്നത്. തരിശായി കിടന്നിരുന്ന ഭൂമിയിൽ സംയോജിത കൃഷിരീതിയിലൂടെയാണ് മോഡൽ ഫാം ആരംഭിക്കുന്നത്. പശുവളർത്തൽ, തെങ്ങ്, കവുങ്ങ്, പച്ചക്കറി, കുരുമുളക്, കിഴങ്ങുവർഗ്ഗങ്ങൾ തുടങ്ങിയ വിവിധ കൃഷികളാണ് ഫാം പ്ലാനിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 5 വർഷത്തിനുള്ളിൽ ലാഭം ലഭിക്കുന്ന കൃഷിയിടമാക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. PMKSY പദ്ധതിയിൽ തുള്ളിനന, കേരഗ്രാമം പദ്ധതിയിലൂടെ പമ്പ് സെറ്റ് എന്നിവ ലഭ്യമാക്കിയും നാളികേര വികസന ബോർഡിൽ നിന്നുള്ള പദ്ധതികൾ, സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷൻ പദ്ധതികൾ, ജനകീയാസൂത്രണം, തൊഴിലുറപ്പ്, ക്ഷീരവികസനം തുടങ്ങിയ പദ്ധതികളെല്ലാം സംയോജിപ്പിച്ചാണ് ഫാം പ്ലാൻ നടപ്പിലാക്കുന്നത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിറ്റി ജസീന ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം, ഇന്ന് നമുക്കൊരു ആധുനിക രീതിയിൽ കൃഷി ചെയ്താൽ ഏറ്റവും കൂടുതൽ വിളവ് കിട്ടുന്ന ഒരു മേഖല എന്ന് പറയുന്നത് കൃഷിരീതി മാത്രമാണ്. പ്രധാനമായിട്ടും സംയോജിത കൃഷി ഇവിടെ തീർത്തും നമുക്ക് അഭികാമ്യമാണ്. ഇപ്പോൾ കൃഷി ഓഫീസർ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ കേരഗ്രാമ പദ്ധതിയിലൂടെ ഇവർക്ക് പമ്പ് സെറ്റ് കൊടുത്തു. അതുപോലെ തന്നെ തെങ്ങിൻ തൈകൾ, അതുപോലെ വിവിധങ്ങളായ ഒരുപാട് കൃഷികൾ ഇവിടെ ഇന്ന് ചെയ്യുന്നുണ്ട്. എന്തായാലും ഈ ഒരു പദ്ധതി തീർത്തും നമുക്ക് അംഗീകാരം കൊടുക്കാവുന്നതാണ്. ഇവർക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും തുവൂർ ഗ്രാമപഞ്ചായത്തും അതുപോലെ തന്നെ കൃഷി ഓഫീസർ മുഖാന്തരം നമുക്ക് കൊടുക്കാൻ കഴിയും. നമ്മൾ കൊടുക്കും എന്നുള്ളത് തീർച്ചയായിട്ടും അവർക്ക് വാക്ക് നൽകുകയാണ്. ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KK സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. കൃഷി ഓഫീസർ M ഷഫീഖ് പദ്ധതി വിശദീകരിച്ചു. രീതിയിലേക്ക് മാറ്റുക എന്നുള്ളതാണ് ഇതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഫാം പ്ലാൻ എന്ന് പറയുമ്പോൾ ഈ പദ്ധതിയുടെ ഭാഗമായി ഒരുപാട് സബ്സിഡികളില്ല. പക്ഷേ പറ്റാവുന്ന എല്ലാ പദ്ധതികളും ഇതുമായി സംയോജിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഉദാഹരണത്തിന് പ്ലാസ്റ്റിക് മൾച്ചിങ് ചെയ്യുന്നതിന് നമ്മൾ SHM പദ്ധതി പ്രകാരം സബ്സിഡി നൽകിയിട്ടുണ്ട്. അതുപോലെ തുള്ളിനന സംവിധാനം സജ്ജീകരിക്കുന്നതിന് PMKSY പ്രധാനമന്ത്രി കൃഷി സിഞ്ചായ് യോജനയിൽ പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള 50% സബ്സിഡി ഡ്രിപ്പ് ഇറിഗേഷൻ ചെയ്യുന്നതിന് ലഭ്യമാണ്. അതുപോലെ തെങ്ങിൻ തൈ വെക്കുന്നതിന് നാളികേര വികസന ബോർഡിൽ നിന്നുള്ള സബ്സിഡിക്ക് നമ്മൾ അപേക്ഷിക്കുന്നുണ്ട്. അതുപോലെ പച്ചക്കറി കൃഷി ചെയ്യുന്നതിന് പഞ്ചായത്തിൻ്റെ ജനകീയാസൂത്രണം പദ്ധതിയിലും അതുപോലെ ഡിപ്പാർട്ട്മെൻറ്റ് പദ്ധതിയും അതുപോലെ ഉള്ള വിവിധ പദ്ധതികൾ തൊഴിലുറപ്പും ഒക്കെ സംയോജിപ്പിച്ചുകൊണ്ട് പറ്റാവുന്ന എല്ലാ പദ്ധതികളും, അതുപോലെ കേരഗ്രാമം പദ്ധതിയിലൂടെ പമ്പ് സെറ്റ് തുടങ്ങി സാധ്യമായിട്ടുള്ള എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ് പദ്ധതികളും സംയോജിപ്പിച്ചുകൊണ്ടാണ് ഫാം പ്ലാൻ പദ്ധതി നമ്മൾ നടപ്പിലാക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഏറ്റവും നല്ലൊരു മാതൃകാ തോട്ടമായതുകൊണ്ട് അതിൻ്റെ പഞ്ചായത്ത് തലത്തിലുള്ള ഉദ്ഘാടന പരിപാടിയാണ് ഇന്നിവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ TA ജലീൽ, NP നിർമ്മല, കർഷകൻ KP അർഷദ്, മറ്റു കർഷകർ, കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തുവൂർ.